SSLC 2026-2027 ബാച്ചിലർ സ്റ്റുഡൻസിനോടാണ്. യെസ്, സ്പെസിഫിക്കലി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. ബൈ ഹാർട്ട് പഠിച്ച് പാസ്സാവാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതണ്ട. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഈ വന്ന ചേഞ്ചസ് എങ്ങനെ നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം, ആൻഡ് ഹൗ ടു ഗോ ഫോർ ഫുൾ A+ ഫ്രം ഡേ 1 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. ആൻഡ് ഇതൊരു ഫ്രണ്ട്ലി ടോക്ക് ആണ്, ലെക്ചർ ഒന്നും അല്ല. സോ കംഫർട്ടബിൾ ആയിരുന്നോളൂ. ലെറ്റ്സ് ഗോ. കുറച്ചല്ലേ ഉള്ളൂ പഠിക്കാനെന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ മടി പിടിച്ചിരിക്കരുത്. കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഓരോ ചാപ്റ്ററും കൂടുതൽ സമയമെടുത്ത് പഠിക്കാം. അതും ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി ഈ പറഞ്ഞതുണ്ടല്ലോ, അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെച്ചോളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 30% ഈസി ക്വസ്റ്റ്യൻസ് ആണ്, 50% ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്, ആൻഡ് ബാക്കി 20% ടഫ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആണ്. ബിക്കോസ് ഇറ്റ് നീഡ് സ്ട്രോങ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. കാണാപ്പാടം പഠിക്കൽ ഇവിടെ നടക്കില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തോളൂ. എല്ലാം ഞാൻ മനസ്സിലാക്കി പഠിക്കൂ. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഞാൻ യൂസ് ചെയ്ത് ഫുൾ A+ എന്ന എന്റെ ഗോൾ ഞാൻ നേടിയെടുത്തിരിക്കും എന്ന് മനസ്സിൽ പറയൂ, അഫേം ചെയ്യൂ, അതിനനുസരിച്ച് വർക്ക് ചെയ്യൂ. അത് നടന്നിരിക്കും. ഈ ഒരു പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അടുത്തതായിട്ട് നോക്കാം. ഹിയർ 30% ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, ലൈക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 50% ഓഫ് ദം റിക്വയർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അപ്ലിക്കേഷൻ, ലൈക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്ന് നിങ്ങൾ അറിയണം, അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നും അറിയണം. ഇനിയാണ് ടഫായിട്ട് വരുന്ന 20% ക്വസ്റ്റ്യൻസ്. ഇവിടെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഒരുമിച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാൻ പറ്റും. അനലിറ്റിക്കൽ ആൻഡ് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഇതിൽ ഈസി 30% ക്വസ്റ്റ്യൻസ് മാക്സിമം എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും, മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളുടെ വെപ്പൺ, അതുകൊണ്ട് യൂസ് ഇറ്റ് വൈസ്ലി. ഇനി ആവറേജ് 50% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കണം. അതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ പോരാ, മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി ലാസ്റ്റ് സെക്ഷനിലെ 20% ടഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റില് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് എന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ പെർഫോം വെൽ. സോ എല്ലാ കോൺസെപ്റ്റും ഇതുപോലെ ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇവിടെ യൂസ് ചെയ്യേണ്ട അപ്രോച്ച് ഇതാണ്: റീഡ്, അണ്ടർസ്റ്റാൻഡ്, ക്വസ്റ്റ്യൻ ആൻഡ് അപ്ലൈ. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റും എങ്ങനെ ബെറ്റർ ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് മാത്സ്. ഇവിടെ വായിച്ചു പഠിക്കുന്നത് യൂസ്ലെസ് ആണ്. ഇൻസ്റ്റഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഒരു ദിവസം മിനിമം 5 പ്രോബ്ലം സോൾവ് ചെയ്യുക. ഒരു സെപ്പറേറ്റ് റഫ് ബുക്ക് പോലെ ഒരെണ്ണം ഇതിനു വേണ്ടി മാത്രം വെക്കുക. ഇനി ഒരു പ്രോബ്ലം ചെയ്തു, പക്ഷെ അത് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ മാത്രം തിരുത്തി എഴുതാതെ എന്തുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്ത് തെറ്റ് വരുത്തിയ എന്നത് എഴുതി തന്നെ വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റി വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോർമുല മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ എറർ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് പാറ്റേൺ ആണ് നിങ്ങൾ എവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത്. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയിട്ടുള്ള സയൻസ് വിഷയങ്ങൾ, ഇവിടെ തിയറിയും വരാം, പ്രാക്ടിക്കലും വരാം. ഇപ്പോ തിയറി പോർഷന് നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ സഹായിക്കുന്നത് ഡയഗ്രംസ് ആണ്. അപ്പോൾ ഡയഗ്രംസിൽ ഡ്രോയിങ്ങും അതേപോലെ ലേബലിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ കുറച്ചുകൂടി ഈസിയാവും. സോഷ്യൽ സയൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ ചുമ്മാ വായിച്ചാൽ കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഹിസ്റ്ററിയും ഇയേഴ്സും ഒക്കെ. സോ ആദ്യം ഒരു പെർട്ടിക്കുലർ ടോപ്പിക് 3-4 തവണ വായിക്കുക, എന്നിട്ട് ബുക്ക് അടച്ചു വെച്ച് ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ആ ഒരു ടോപ്പിക് അത്രയും സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. ലാംഗ്വേജസ് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫുൾ A+ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്. സത്യമാണ്. ഇപ്രാവശ്യത്തെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫുൾ A+കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. സിലബസ് മാറിയതാവാം കാരണം. സോ പഴയ രീതിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് പഠിക്കുക. മോർ ഇന്റൻഷനലി നിങ്ങൾ പഠിക്കുക. സ്പെസിഫിക് ഗോൾസ് ഉണ്ടായിരിക്കണം ഓരോ സ്റ്റഡി സെഷനിലും. 1 മണിക്കൂർ സയൻസ്, 1 മണിക്കൂർ മാത്സ്, ഇങ്ങനെയല്ല, സ്പെസിഫിക് ആയിരിക്കണം. ലൈക്ക് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ബുക്ക് ഇല്ലെങ്കിലും എനിക്ക് സൂപ്പർ ആയിട്ട് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇപ്പോഴും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഗോൾസ് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. സ്പെസിഫിക്, മെഷറബിൾ ആൻഡ് കംപ്ലീറ്റബിൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം തന്നെ മുഴുവനും ഉണ്ട്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് സ്ട്രെസ് ഇല്ലാതെ കാമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുക. സ്കൂൾ തുറന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഇഷ്ടപ്പെട്ട് പഠിക്കുക. യു ആർ മോർ കാപ്പബിൾ ദാൻ യു തിങ്ക്. സോ ഗൈസ്, വീഡിയോ യൂസ്ഫുൾ ആയോ? ദെൻ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെ ഷെയർ ചെയ്യും.